إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുക. രഹസ്യവും പരസ്യവും അവൻ അറിയുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ സൂക്ഷിക്കുക. നാളത്തെ ജീവിതത്തിനു വേണ്ടി, മരണശേഷമുള്ള ജീവിതത്തിനു വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും അവന്റെ സ്വന്തത്തിൽ പരിശോധിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അധികാരമുള്ള, ആധിപത്യമുള്ള ഒരു അധികാരി അവനവന്റെ കീഴിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിക്കുകയോ പറയുകയോ ആണെങ്കിൽ ആ വിളിക്ക് ആ ജനങ്ങൾ ഉത്തരം ചെയ്യും. അവർ ശ്രദ്ധയോടുകൂടി ആ വാക്ക് കേൾക്കും, അവരതിനെക്കുറിച്ച് ആലോചിക്കും. എന്നാൽ സഹോദരങ്ങളെ, ആകാശഭൂമികളെ സൃഷ്ടാവായിട്ടുള്ള, യഥാർത്ഥ രാജാവായിട്ടുള്ള, രാജാതിരാജനായിട്ടുള്ള, മലിക്കുൽ അംലാഖായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവംശത്തെ വിളിച്ചുകൊണ്ട് ഖുർആനിൽ 2 തവണ 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2 തവണ മനുഷ്യവംശത്തെ, ഇൻസാനിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ ഒന്നൊരു ചോദ്യവും ഒന്നൊരു അറിയിപ്പുമാണ്. അതിനെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്, ഉറ്റി ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ 2 വിളികളിൽ എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ഖൽബോടുകൂടി അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യുക. ഒന്നാമത്തേത് സൂറത്തുൽ ഇൻഫിതാറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഏ മനുഷ്യ, എന്താണ് ഉദാരവാനായ, അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്ന നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്. രണ്ടാമത്തെ ആയത്ത് സൂറത്തുൽ ഇൻശിഖാഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാൻ യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്. ഏ മനുഷ്യ, നീ നിന്റെ റബ്ബിലേക്ക് കഠിനാധ്വാനം ചെയ്തുകൊണ്ട്, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നവനാണ്, അടുക്കുന്നവനാണ്. തീർച്ചയായും നീ അവനെ കണ്ടുമുട്ടുകയും ചെയ്യും. സഹോദരങ്ങളെ, ഈ 2 ആയത്തുകൾ, അതിനെ തുടർന്ന് അല്ലാഹു തആല അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യ എന്ന വിളിയിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഖുർആനിലെ 2 ആയത്തുകളാണ്. അത് നാം ഉറ്റാലോചിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഏ മനുഷ്യ, കരീമായിട്ടുള്ള, അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്ന നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ, ആ റബ്ബിനോടുള്ള അവകാശങ്ങൾ നീ വീട്ടിക്കൊടുക്കുന്നതിൽ, ആ റബ്ബിലേക്ക് അടുക്കുന്നതിൽ, ആ റബ്ബിന്റെ മുൻപുള്ള നിന്റെ സ്ഥാനത്തിന്റെ വിഷയത്തിൽ എന്താണ് നിന്നെ വഞ്ചിപ്പിച്ച് കളഞ്ഞത്? അവനോടുള്ള ഹക്കുകളെ നീ അവമതിച്ചതുകൊണ്ടാണോ? അല്ല, അവനൊരുക്കിയിട്ടുള്ള ശിക്ഷയെക്കുറിച്ച് നീ പുച്ഛം വെച്ചതുകൊണ്ടാണോ? അതല്ല, അവനിലേക്ക് മടക്കത്തെക്കുറിച്ച് നീ മറന്നുപോയത് കൊണ്ടാണോ? അതല്ല, അവൻ നൽകിയ അനുഗ്രഹങ്ങൾ, അവൻ നൽകിയ ആരോഗ്യവും സമ്പത്തും സ്ഥാനവും സൗന്ദര്യവും ഇതുപോലുള്ള കാര്യങ്ങളാണോ അവന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചിട്ടുള്ളത്? എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ആരാണ് നിന്റെ റബ്ബ്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. അവൻ നിന്നെ സൃഷ്ടിച്ചവനാണ്, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്,
നേരാവണ്ണം ഈ രൂപത്തിലാക്കിയത് ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിന്നെ ആക്കിയത്. അവൻ ഏത് കോലത്തിലേക്ക് വേണമെങ്കിലും നിന്നെ ആക്കാമായിരുന്നു. ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ രൂപത്തിലേക്കോ ഒരു വൃക്ഷത്തിന്റെ കോലത്തിലേക്കോ ഒരു കല്ലിന്റെ രൂപത്തിലേക്കോ നിന്നെ മാറ്റാമായിരുന്നു. പക്ഷെ ഏറ്റവും നല്ല രൂപത്തിൽ നിന്നെ ഒരുക്കി. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അവന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്. അള്ളാഹു ആണ് അവന്റെ സൃഷ്ടാവ് എന്നുള്ളത്. അള്ളാഹു തആല പറഞ്ഞു നോക്കൂ, അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലേ അവനെ നാം അതാ സൃഷ്ടിച്ചത് ഒരു ബീജത്തിൽ നിന്നാണെന്നുള്ളത്. അവനതാ എന്നിട്ട് എതിർപ്പുകാരനാകുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലിഹ് ഫജഅൽനാഹു സമീഅൻ ബസീറ. തെറിച്ചു വീഴുന്ന ഒരു ബീജത്തുള്ളിയിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവനെ പരീക്ഷിക്കാൻ വേണ്ടി അവന് കേൾവിയും കാഴ്ചയും നാം ഒരുക്കുകയുണ്ടായി എന്നുള്ളത്. ഇങ്ങനെ ധാരാളം ആയത്തുകൾ. എന്തിനാണ് സഹോദരങ്ങളെ അള്ളാഹു തന്റെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്? അവന്റെ മാലിക്കും അവന്റെ മുദബ്ബിറും അവന്റെ ഖാലിക്കും അവന്റെ അധികാരിയും അവന്റെ നിയന്താവും അവന്റെ സൃഷ്ടാവും അവന്റെ ഇലാഹും അള്ളാഹു ആണെന്ന് ബോധ്യപ്പെടുത്താനാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. നിന്റെ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത്, വിരോധനങ്ങൾ ഒഴിവാക്കുന്നിടത്ത് എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ലൗ അഖാമക അല്ലാഹു സുബ്ഹാന യൗമൽ ഖിയാമ വഖാല മാ ഗർറക ബിറബ്ബിക്കൽ കരീം മാദാ കുൻത തഖൂൽ. നാളെ പരലോകത്ത് അല്ലാഹു തആല നിങ്ങളോട് ചോദിക്കുകയാണ്, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, നിന്റെ ഉദാരവാനായ റബ്ബിന്റെ വിഷയത്തിൽ എന്താണ് നിന്നെ കബളിപ്പിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയുക എന്ന് ചോദിച്ചു. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ മറുപടി പറഞ്ഞു, ഗർറനി സുതൂറുകൽ മുർഖാത്ത്. മറയിടപ്പെട്ട മറ, അല്ലാഹുവേ നീ എന്റെ പാപങ്ങൾ മറച്ചു വെച്ചല്ലോ ആരും അറിയാതെ, അതാണ് എന്നെ കബളിപ്പിച്ചത് എന്ന് ഞാൻ മറുപടി പറയുമെന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറയുകയാണ്. സഹോദരങ്ങളെ, ആലോചിക്കുക. അള്ളാഹുവിനോടുള്ള കടമകളിൽ വീഴ്ച വരുത്തുമ്പോൾ, അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ നാം ആലോചിക്കണം എന്താണ് നമ്മെ വഞ്ചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിച്ചു, യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്. തീർച്ച നിന്റെ റബ്ബിലേക്ക് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവനിലേക്ക് മുന്നിടുന്നവനാണ് നീ. ഫമുലാഖീഹ്, അവനെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. നിന്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനെ ഇടയിലൊരു പരിഭാഷകനില്ലാതെ ഇടയാളനില്ലാതെ നീ നിന്റെ റബ്ബിനെ കണ്ടുമുട്ടും. നീ ചെയ്ത കർമ്മങ്ങൾ, അത് നന്മയാവട്ടെ തിന്മയാവട്ടെ, അത് നീ കണ്ടെത്തുന്ന ഒരു ദിവസം നാളെ പരലോകത്ത് വരാനുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ രണ്ട് വിഭാഗമാകുന്നതും ആ വിഭാഗത്തെയും കുറിച്ച് ഇതിനെ തുടർന്ന് പറഞ്ഞു. അല്ലാഹു പറഞ്ഞു, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. ആർക്കാണോ അവന്റെ കർമ്മങ്ങൾ എഴുതിയ രേഖകൾ വലത് കൈയിൽ ലഭിക്കുന്നത്, അവന് ചെറിയൊരു വിചാരണയായിരിക്കും, എളുപ്പമുള്ളതായിരിക്കും ഉണ്ടാവുക. എളുപ്പമുള്ള വിചാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവൻ ചെയ്ത തെറ്റുകൾ അവന്റെ മുമ്പിൽ കാണിക്കും. അവനോട് ചോദിക്കും, നീ ഇത് ചെയ്തിരുന്നില്ലേ, നീ ഇത് ചെയ്തതല്ലേ? അവൻ ഓരോ പാപവും അംഗീകരിക്കും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറഞ്ഞു, നീ ഈ ചെയ്ത പാപങ്ങൾ ഭൂമിയിൽ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്, ഇന്നിതാ ഞാൻ നിനക്ക് പുറത്തു നൽകുന്നു എന്ന് അല്ലാഹു തആല അവനോട് പറയും. അതാണ് ഹിസാബൻ യസീറ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. എന്നിട്ട് അവന്റെ സ്വന്തക്കാരിലേക്ക്, സ്വർഗാവകാശികളോടൊപ്പം അവരിലേക്ക് അവൻ ചേരുന്നതാണ്. സന്തോഷവാനായിക്കൊണ്ട് അവൻ മടങ്ങുന്നതാണ്. രണ്ടാമത്തെ കൂട്ടരെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി. ആർക്കാണോ കിതാബ് അവന്റെ മുതുകിലൂടെ അവന്റെ ഇടത് കൈയിലേക്ക് നൽകപ്പെടുന്നത്, ഫസൗഫ യദ്ഉ സുബൂറാ. അവൻ നിലവിളിക്കുന്നതാണ്, എന്റെ നാശമേ എന്റെ നാശമേ വിളിച്ചുകൊണ്ട് അവൻ നിലവിളിക്കുന്നതാണ്. വയസ്ലാ സഈറാ. കത്തിജ്വലിക്കുന്ന തലയോട്ടിയുടെ തൊലിയുരിച്ചു കളയുന്ന രോമകൂപത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നരകാഗ്നി അവനെ പൊതിയുന്നതാണ്, അതിലവൻ വെന്തെരിയുന്നതാണ്. ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറാ. അതെ, അവൻ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് അവന്റെ കൂട്ടാളികളോടൊപ്പം അള്ളാഹുവിന്റെ വിധിവിലക്ക്
വാക്കുകൾക്ക് വക കൊടുക്കാതെ അവന്റെ ഇച്ഛക്കനുസരിച്ച് അവൻ തോന്നിയതുപോലെ ജീവിച്ചവനാണവൻ. ഇന്നഹു വന്ന അല്ല യഹൂർ, അവന് വിചാരിച്ചു പോയി അള്ളാഹുലേക്ക് ഒരു മടക്കമില്ല എന്ന്. അവന്റെ മരണത്തെ അവൻ ഓർത്തില്ല, ഉയർത്തെഴുന്നേൽപ്പിനെ അവൻ ഓർത്തില്ല, വിചാരണയെ അവൻ ഓർത്തില്ല, ആ മടക്കത്തിനെ കുറിച്ച് അവൻ ചിന്തിച്ചതുപോലുമില്ല. ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, പക്ഷെ അവന്റെ റബ്ബ് ഏത് സമയത്തും അവനെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ റബ്ബ് അറിഞ്ഞിട്ടുണ്ട്. അതിനെന്ത് പ്രതിഫലം കൊടുക്കണമെന്നും അവന്റെ റബ്ബിനറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ, സത്യവിശ്വാസിയും യഥാർത്ഥ മുഅ്മിനും തെമ്മാടിയുമായിട്ടുള്ളവൻ ഒരുപോലെയാകുമോ? ഒരിക്കലുമില്ല, അവർ സമമാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിച്ചുകൊണ്ട്, മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളോടോരോടും നമ്മോടോരോരുത്തരോടും ചോദിക്കുന്ന ഈ വാക്ക് നീ ചിന്തിക്കേണ്ടതാണ്, നീ ഉറ്റാലോചിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. അതെ, എന്താണ് നിന്നെ സൃഷ്ടിച്ച, സംവിധാനിച്ച, നിനക്ക് ഈ രൂപം സംവിധാനിച്ച നിന്റെ റബ്ബിനോടുള്ള കടമകൾ ചെയ്യുന്ന വിഷയത്തിൽ നിന്നെ ചതിച്ചു കളഞ്ഞത്, നിന്നെ വഞ്ചിച്ചത്? രണ്ടാമത് പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി, തീർച്ച നീ പ്രവർത്തനങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കുന്നവനാണ്, അത് നീ കണ്ടെത്തുക തന്നെ ചെയ്യും. നിന്റെ റബ്ബിന് മുമ്പിൽ നീ എത്തുന്ന ഒരു ദിവസം വരും, അന്ന് രണ്ട് വിഭാഗമായ ആളുകൾ വേർതിരിയുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മോട് തന്നെ പാരായണം ചെയ്യുകയും നമ്മുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കുകയും ചെയ്യുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവംശത്തെ വിളിച്ചുകൊണ്ട്, ഇൻസാൻ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ നാം ആലോചിക്കേണ്ടതാണ്. ഇതിൽ നമ്മെ പരിശോധിക്കേണ്ടതാണ്, സ്വന്തത്തെ വിചാരണ ചെയ്യേണ്ടതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള യാത്രയിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ആ പരലോകത്ത് അല്ലാഹുവിന് മുമ്പിലെത്തുമ്പോൾ നാം ഇന്ന് നഷ്ടപ്പെടുത്തിയതും നാം ഇന്ന് ചെയ്യാതെ പോയതുമായ എല്ലാ കാര്യങ്ങളെയും നാം ഓർമ്മിക്കുന്നതാണ്. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ പരലോകത്തേക്ക് വേണ്ടി ആരാണോ കർമ്മങ്ങൾ ഒരുക്കുന്നത് അവന് പരലോകത്ത് വിജയമാണ്. അതല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അശ്രദ്ധമായി ദുനിയാവിന്റെ വിഭവങ്ങളിൽ മാത്രം മുഴുകിക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ പരലോകത്ത് അവന് ഖേദമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്കാ, അതെ, ഭൂമി പൊടിപൊടിയായി പൊടിയുന്ന ആ സമയം, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയം, മലക്കുകളാണെങ്കിലോ സഫുകളായിക്കൊണ്ട് ആകാശ ലോകത്ത് നിന്ന് വരുന്ന സമയം, വജീഅ യൗമഇദിൻ ബിജഹന്നം, കത്തിജ്വലിക്കുന്ന നരകത്തെ 70,000 ചങ്ങലകളിൽ ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്ന ആ സമയം, ആ നരകത്തെ കാണുമ്പോൾ യൗമഇദി യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ, ഇന്ന് അല്ലാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ രഹസ്യത്തിലും പരസ്യത്തിലുമായി മുഴുകുന്ന, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ആളുകൾ ആ നരകത്തെ കാണുമ്പോൾ അവൻ ആലോചിക്കും, ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, ഞാൻ ചെയ്യാതെ പോയ കാര്യങ്ങളുണ്ടല്ലോ. അവൻ ആലോചിക്കും, വഅന്നാ ലഹു ദിക്റാ, ആ സമയത്ത് ഓർത്തത് കൊണ്ട് എന്ത് ഫലമാണ്, എന്ത് കാര്യമാണ് അപ്പോൾ ഓർത്തിട്ട്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, അവൻ പറയും, എന്റെ നാശമേ, എന്റെ നാശമേ, നിലനിൽക്കുന്ന ഈ പരലോക ജീവിതത്തിന് വേണ്ടി ഞാൻ മുന്നൊരുക്കി വെച്ചിരുന്നെങ്കിൽ, ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നെങ്കിൽ എന്ന് പറയും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്, അന്നേ ദിവസം അല്ലാഹുവിനെ ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കുകയില്ല. അത്രയും കഠിനമായ ശിക്ഷയായിരിക്കും. അല്ലാഹു ബന്ധിപ്പിക്കുന്നത് പോലെ ഒരു ബന്ധനവും ഉണ്ടാകില്ല. അത്രത്തോളം നരകത്തിന്റെ അടിത്തട്ടിൽ വെന്തുരുകേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ ഇന്ന് ചിന്തിക്കുക, ഇന്ന് ഗുണപാഠം ഉൾക്കൊള്ളുക, ഇന്ന് ഒരുങ്ങുക. നാളെ അതിനുള്ള അവസരം ഉണ്ടാകില്ല. നാളെ ചിന്തിച്ചത് കൊണ്ട് ഫലമില്ല, നാളെ കർമ്മം ചെയ്യാനുള്ള അവസരമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങളിൽ നിന്നൊഴിവായി സൽക്കർമ്മങ്ങളിൽ മുന്നേറി അനാവശ്യമായി സമയങ്ങൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കി കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞ ഈ രണ്ടായത്തുകൾ അത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതും ആലോചിക്കേണ്ടതുമാണ്. അല്ലാഹു തആല വലതു കൈയിൽ കിതാബ് ലഭിക്കുന്ന സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل